ഈ പ്രെയർ ലൈനിൽ എൻ്റെ സാക്ഷ്യവും അതിനോടനുബന്ധിച്ച് ദൈവം തരുന്ന ദൈവിക ആലോചനകളും പറയാൻ ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഈ പ്രെയർ ലൈനിന്റെ സംഘാടകരോടും പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന കർത്താവിന്റെ ദാസനോടും എന്നെ കോണ്ടാക്ട് ചെയ്ത് ഇതിനുവേണ്ടി താല്പര്യപൂർവ്വം ക്ഷണിച്ച കർത്താവിന്റെ ദാസി സിന്ധു സിസ്റ്ററിനോടും എൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. മാത്രമല്ല, ഈ പ്രെയർ ലൈനിലൂടെ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നൽകുന്നതായിട്ടുള്ള ഈ സമയം നമുക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അന്യോന്യം അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന് നാം ദൈവവചനത്തിൽ കാണുന്നത് പോലെ ഇന്ന് ഞാൻ നിമിത്തം കർത്താവിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും എന്നെ കേൾക്കുന്ന കാണുന്ന ദൈവമക്കളിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവ് ഇടയാക്കണം. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ഓരോ ജീവിതങ്ങളോടും ഇടപെടേണ്ടതിനും കേൾക്കപ്പെടുന്നതായ വചനങ്ങൾ വളരെ അനുഗ്രഹവും പ്രയോജനകരവുമായി തീരുന്നതിനും സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് KV ജോയിക്കുട്ടി എന്നാണ്. ഞാനിപ്പോൾ കുടുംബമായിട്ട് താമസിക്കുന്നത് തിരുവല്ലയിൽ പായിപ്പാട് എന്ന സ്ഥലത്താണ്. ഞാന് ജനിച്ചത് അടൂരാണെങ്കിലും വളർന്നു വന്നത് പന്തളം എന്ന പ്രദേശത്താണ്. എന്നാൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് 45 വർഷങ്ങളായി, അതിലുപരിയായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യത്തും സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. മാത്രമല്ല, അമേരിക്കയിലും കാനഡയിലും ഗൾഫിന്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അനേക പ്രാവശ്യം സഞ്ചരിച്ച് കർത്താവിന്റെ വചനം ഘോഷിക്കുന്നതിനും കർത്താവിനെ സാക്ഷിക്കുന്നതിനും എനിക്ക് വ്യക്തിപരമായും ഞങ്ങൾക്ക് കുടുംബമായും ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് 65 വയസ്സാകുമ്പോൾ സഭയുടെ ഔദ്യോഗികമായ ചുമതലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഞങ്ങൾ ഈ 65 വയസ്സിന് ശേഷം ഞങ്ങൾ കുറച്ചുകൂടെ എനർജറ്റിക്കായി, കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ളവരായി ഒരു സഭയിലോ ഒരു സെന്ററിലോ മാത്രം ഇങ്ങനെ തങ്ങി നിൽക്കുന്നവരായി തീരാതെ കർത്താവ് പറഞ്ഞതുപോലെ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സാക്ഷികളാകുവാനും ദൈവവചനം പ്രസംഗിക്കുവാനുമുള്ള കൂടുതൽ അവസരങ്ങളും സ്വാതന്ത്ര്യവും ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കാലങ്ങൾ ആ നിലയിൽ പ്രവർത്തിച്ച് മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നതിനും ദൈവവചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങളിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എൻ്റെ വ്യക്തിപരമായ കുടുംബപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജനനം മുതൽ ഇന്ന് വരെയുള്ള ഘട്ടം ഘട്ടമായുള്ള ഓരോ സ്റ്റേജുകളിലൂടെ കടന്നുപോയ അനുഭവങ്ങളായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അതായത് മനുഷ്യ ജീവിതത്തിൽ നാം വിവിധങ്ങളായ സ്റ്റേജുകളിലൂടെ, അതായത് ഘട്ടം ഘട്ടമായി നാം കടന്നു പോകുന്ന ഒരു ജീവിത അനുഭവമാണ് എനിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അമ്മയുടെ ഉദരത്തിൽ തുടങ്ങുന്ന പ്രോസസ്സിംഗ്, സെമിത്തേരിയിൽ സംസ്കരിക്കുന്ന പ്രോസസ്സിങ്ങിലൂടെ കടന്ന് ഒരു നിത്യമായ ഘട്ടത്തിലേക്ക് നാം കടന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതലാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. നമ്മുടെ അറിവുകൾ, നമ്മുടെ അനുഭവങ്ങൾ വളരെ പരിമിതമാണ്. എന്നാൽ അപരിമേയനായ ദൈവം, അപ്രമേയനായ ദൈവം, സർവശക്തനായ ദൈവം നമ്മളെ കാണുവാനും അറിയുവാനും തുടങ്ങിയത് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ നിമിഷം മുതലല്ല. മാതാപിതാക്കൾ നമ്മളെ അറിയുവാൻ തുടങ്ങുന്നത് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ചില ആഴ്ചകൾക്ക് ശേഷമാണ് നാം ഉദരത്തിലുണ്ട് എന്നുള്ള ഒരു അറിവ് ഉണ്ടാകുവാനിടയായിത്തീരുന്നു. എന്നാൽ ദൈവജനം പറയുന്നത് ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം നമ്മളെ കണ്ടു എന്നാണ്. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ തന്നെ നമ്മെക്കുറിച്ചുള്ളതായ സകല കാര്യങ്ങളും ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മെക്കുറിച്ച് നമുക്കുള്ള അറിവ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിനു ശേഷം മാതാപിതാക്കൾ ആദ്യം നമ്മളെ കുറിച്ച് അറിയുന്നു. എന്നാൽ ജനിച്ചു വീഴുന്ന സ്റ്റേജിൽ, ആദ്യത്തെ ശൈശവാവസ്ഥയിൽ നമ്മളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഓർക്കുവാനോ അറിയുവാനോ നമുക്ക് സാധ്യമല്ല. നമ്മൾ ബാല്യകാലത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ബുദ്ധി വളർന്ന് നമ്മുടെ ചിന്തകൾ ഉണ്ടായി വളർന്ന് വരുന്ന സ്റ്റേജ് മുതലാണ് നമ്മളെക്കുറിച്ച് ശരിക്കും നമ്മൾ അറിയുവാനും പഠിക്കുവാനും ഇടയായിത്തീരുന്നത്. എന്നാൽ നമ്മളെക്കുറിച്ച് നാം അറിയുന്നതിനേക്കാൾ കൂടുതൽ, നാം മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ സകലതും അറിയുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നതിൽ നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതായത് ലൈഫ് ഈസ് എ സ്പാർക്ക് ബിറ്റ്വീൻ ഓം ആൻഡ് ടോം. അമ്മയുടെ ഉദരത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിങ്. ആ സ്റ്റാർട്ടിങ് അത് ശവക്കല്ലറയോടുകൂടെ ഈ ഭൂമിയിൽ വെച്ചുള്ളത് അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് അങ്ങനെ പറയുവാനിടയായിത്തീരുന്നത്. നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 8 സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ 8 കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ 8 ഘട്ടങ്ങളിലും നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഓരോ തരത്തിൽ ഉപയോഗിക്കപ്പെടണം അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവജനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രീ ബോൺ സ്റ്റേജ്, അതായത് അമ്മയുടെ ഉദരത്തിൽ നാം ആയിരിക്കുന്ന സ്റ്റേജ്. അതിന് പറയുന്നത് പ്രിപ്പറേഷൻ റൂം എന്നാണ്. അമ്മയുടെ ഉദരത്തിന് പറയുന്ന ഒരു പ്രത്യേകമായ പേരാണ് പ്രിപ്പറേഷൻ റൂം. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നതിന് വേണ്ടി, ഈ ലോകത്തിൽ നാം പാർക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രിപ്പറേഷനാണ് 9 മാസം അല്ലെങ്കിൽ 9 ദിവസം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാലയളവ്. ഈ കാലയളവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിക്കുമ്പോൾ 139 സങ്കീർത്തനത്തിൽ നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നീ അല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. താഴോട്ട് വായിക്കുമ്പോൾ, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഈ വാക്യങ്ങളിൽ ദൈവത്തിന്റെ ദാസനായ ദാവീദ് പറയുന്ന കാര്യം എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. ഇത്ര ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് അവിടെ നാം കാണുന്നത്. നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ
ഫിസിക്കൽ സ്റ്റാറ്റസിനെ കുറിച്ചോ എക്സ്റ്റേണലായോ അല്ലെങ്കിൽ ഇന്റേണലായോ ഉള്ള ഓർഗൻസിനെ കുറിച്ചോ അതിന്റെ വിലയെക്കുറിച്ചോ അതിന്റെ പെർഫോമൻസിനെ കുറിച്ചോ അതിന്റെ ഫംഗ്ഷനെ കുറിച്ചോ ഒന്നും ഇവിടെ പറയാനായിട്ട് ഞാനൊരു ഡോക്ടറല്ല, ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം താല്പര്യപ്പെടുന്നുമില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നത്, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ, ഒന്നും അറിയാതിരുന്നപ്പോൾ തന്നെ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അപ്പൊ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മളെ അമ്മയുടെ ഉദരത്തിൽ പ്രിപ്പയർ ചെയ്തത്. ആ പ്രീമച്വർ സ്റ്റേജിൽ നാം ആയിരുന്ന അവസ്ഥയിൽ നിന്ന് കണ്ണില്ലാത്ത, മൂക്കില്ലാത്ത, ചെവിയില്ലാത്ത, അതേ അവയവങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജിൽ, ഒരു ജീവൻ മാത്രമായ, ഒരു ജീവന്റെ തുടിപ്പ് മാത്രമായ, ഒരു കണിക മാത്രമായി നാം ഇരുന്നപ്പോൾ പോലും നമ്മളെ ആ പ്രീമച്വർ സ്റ്റേജിൽ നിന്ന് ഒരു മെച്യൂറായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതാണ് നമ്മുടെ പ്രീമച്വർ സ്റ്റേജ്. നമ്മളെല്ലാവരും അതിൽ കൂടെ കടന്നു വന്നവരാണ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ജനനത്തിന് ശേഷമുള്ള നമ്മുടെ ചൈൽഡ്ഹുഡാണ്, അല്ലെങ്കിൽ നമ്മുടെ ശൈശവകാലമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ശൈശവകാലമുണ്ട്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ശൈശവകാലമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഒരു ഭാഗത്ത്. അതെ, നമ്മൾ ജനിക്കുന്നത് മുതൽ 4 വയസ്സ് വരെയുള്ള നമ്മുടെ സമയമാണ് ചൈൽഡ്ഹുഡ്, അതായത് നമ്മുടെ ശൈശവകാലം. എല്ലാ കാലത്തെക്കുറിച്ചും കാലം ചേർത്താന്നല്ലോ പറയുന്നത്, ശൈശവകാലം. അപ്പൊ ഈ ശൈശവകാലത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല, അല്ലെ പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിയാലും നമ്മളെക്കുറിച്ച് അവിടെയും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ യോഗ്യതയുള്ള ഒരു സ്റ്റേജാണ് ശൈശവകാലം, കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലം. അപ്പോൾ ആ സ്റ്റേജിൽ കർത്താവിന്റെ ആത്മാവ് ദാവീദ് കൂടെ പറയുന്നത്, നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. എന്തിനാണ്? ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ. അപ്പൊ ശൈശവ അവസ്ഥയിൽ, ചൈൽഡ്ഹുഡിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ അവൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് ദൈവികമായ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു. നമ്മളെ ഒക്കെ ആ ഒരു സ്റ്റേജിലൂടെ അല്ലേ ദൈവം കൊണ്ടുവന്നത്. അപ്പോൾ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം കൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശത്രുവിനെയും പകയനെയും ഉണ്ടാതാക്കുവാൻ തന്നെ. വാക്കും ഭാഷണവും കൂടാതെ പല കുഞ്ഞുങ്ങളെ നോക്കി നമുക്ക് പല കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും. സ്വർഗരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുഞ്ഞുങ്ങളെ നോക്കണം. അവരുടെ ഹൃദയത്തിൽ പകയില്ല, അവർക്ക് ആരോടും ജാതി മത വ്യത്യാസമില്ല, അവർക്ക് കളർ വ്യത്യാസമില്ല, അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ളതായ ഉച്ചനീചത്വങ്ങളില്ല, അവർക്ക് തങ്ങളുടേതായിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനുള്ളതായ അതേ മടിയില്ല. എത്ര ശ്രേഷ്ഠമായ ഒരു സന്തോഷകരമായി എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും പുഞ്ചിരി, എല്ലാവരോടും സഹകരിക്കുക, എല്ലാവരെയും ആത്മാർത്ഥമായി അതേ സ്നേഹിക്കുക എന്നുള്ളതല്ലാതെ കുഞ്ഞുങ്ങൾക്ക് മറ്റൊന്നും ആ സ്റ്റേജിൽ അറിയില്ല. ആ സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളെ ദൈവം അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതേ ശൈശവാവസ്ഥയിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ജനനാവസ്ഥയിലായിരുന്നപ്പോൾ പോലും അവനെ വന്ന് വണങ്ങി നമസ്കരിക്കുന്ന വിദ്വാൻമാരെ കുറിച്ചും ആട്ടിടയന്മാരെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കർത്താവിന്റെ ശൈശവകാലത്തിൽ നിന്നും അതേ യോഹന്നാന്റെ ശൈശവകാലത്തിൽ നിന്നും ഒക്കെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ശൈശവകാലത്തും നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സാധിക്കും എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു കളയരുത്. നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി നമുക്ക് ജനിക്കുവാൻ ഉള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ വരുന്ന തലമുറയോട് ആ ഒരു അപ്രോച്ച് നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. എൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജനന വാർത്തയെക്കുറിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ എൻ്റെ ജനന വാർത്തയ്ക്ക് എന്താണ് ദൈവവചനവുമായിട്ട് ബന്ധം എന്ന ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് തോന്നും. അത് എൻ്റെ അനുഭവമായതുകൊണ്ട് ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം.
നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനി ഉണ്ടായില്ല. ഇതെന്താണ് എന്റെ അനുഭവമാകാൻ കാരണം? പൊക്കിൾ മുറിച്ചില്ല, ഉപ്പ് തേച്ചില്ല, വെച്ച് കിട്ടിയില്ല, വെള്ളത്തിൽ കുളിപ്പിച്ചില്ല, വസ്ത്രം ധരിപ്പിച്ചില്ല. ഇതെന്താണ് എന്റെ അനുഭവമായിട്ട് ഇങ്ങനെ വരാൻ കാരണം? ഇത് ഇസ്രായേലിനെ കുറിച്ച് അവരുടെ ചരിത്രപരമായ പ്രാവചനികമായ കാര്യങ്ങൾ അതിന് മുൻപും പിൻപുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ എന്നെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? അത് പറയാനായിട്ടാണ് അല്പസമയം എന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്റെ പൊക്കിൾ മുറിക്കാനായിട്ട് ആർക്കും അവിടെ അത്ര താല്പര്യം തോന്നി കാണത്തില്ല എന്ന് എനിക്ക് ഇപ്പോഴങ്ങ് തോന്നുകയാണ്. കാരണം എന്റെ ഡേറ്റ് ഓഫ് ബർത്തും എന്റെ അമ്മയുടെ ഡേറ്റ് ഓഫ് ഡെത്തും ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ഒരു വീട്ടിൽ പറഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ജനന വീട്ടിൽ ഒരു മരണം നടന്നു, ഒരു മരണ വീട്ടിൽ ഒരു ജനനം നടന്നു. അതായത് എന്റെ അമ്മ എന്നെ പ്രസവിച്ച ആ നിമിഷത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പം ജീവനോടിരിക്കുന്ന ഒരു കുഞ്ഞിനെ ആൾക്കാർ ശ്രദ്ധിക്കുമോ? മരണപ്പെട്ട് കിടക്കുന്ന ഒരു മാതാവിനെ ശ്രദ്ധിക്കുമോ? കൂടുതലും ശ്രദ്ധിക്കുന്ന ആ മാതാവിനെ ആയിരിക്കും. അപ്പം വന്ന ആൾക്കാർ എന്തോ പറയും, അയ്യോ ഈ കൊച്ചെങ്കിൽ അത്തിരുന്നെങ്കിലും വേണ്ടുകയില്ല, ആ അമ്മ ജീവനോടെ കിടന്നാൽ മതിയായിരുന്നു. അപ്പൊ എന്റെ മൂത്ത സഹോദരങ്ങള് 4-5 പേരുണ്ട്. അപ്പം അവര് ഏറ്റവും മൂത്ത ആളിന് അന്നേരം ഒരു 10-12 വയസ്സോ ഒക്കെ 13 വയസ്സോ ഒക്കെ കാണുകയുള്ളൂ. അപ്പൊ ഈ 13 വയസ്സ് മുതൽ താഴോട്ട് ഞാൻ വരെയുള്ള സഹോദരങ്ങളെ ആര് നോക്കും? ആരവരെ സംരക്ഷിക്കും? ആരവരുടെ കാര്യാദികൾ ചെയ്തു കൊടുക്കും? അപ്പോൾ മരണവീട്ടിലെ നിലവിളി കേട്ടുകൊണ്ട് ഓടിക്കൂടുന്ന ആളുകൾ പറഞ്ഞു കാണും, ദൈവമേ ഈ കുട്ടി അങ്ങ് ചത്തിരുന്നെങ്കിലും വേണ്ടുകയില്ലായിരുന്നു, ആ അമ്മ ജീവനോടെ കിടന്നാൽ മതിയായിരുന്നു. അപ്പൊ മരിച്ചു കിടക്കുന്ന ആളിനോടുള്ള ആ ഒരു ശ്രദ്ധയാണോ കൂടുതൽ വരുന്നത്? ജീവനോടിരിക്കുന്ന ശിശുവിനെ കുറിച്ചുള്ള ചിന്തയാണ് വരുന്നത്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ നമ്മളെ പാളയിലൊക്കെ ആണല്ലോ കിടത്താറുള്ളത്. ആരെങ്കിലും ഒരു വർഷമെങ്കിൽ പാള എടുത്തോണ്ട് വന്ന് അതേ തുണികളൊക്കെ ചുറ്റി, ഇന്നത്തെ കൂട്ട് ബേബി കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ബാഗ് സെറ്റപ്പുകളൊന്നും വന്നില്ലല്ലോ. അപ്പൊ അത് ഇങ്ങനെ തുണിയിലൊക്കെ പൊതിഞ്ഞ് ആ മരണ വീട്ടിന്റെ ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തിയിരിക്കുകയായിരിക്കും. അപ്പോൾ എന്റെ ജനന ദിവസം അത്ര സുഖകരമായ ഒരു കാര്യമല്ല. അതെ, നമ്മളെ എബേസിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ വ്യസനപുത്രനാണ്. ബെന്യാമിനെ കുറിച്ച് വായിക്കുമ്പോൾ അവന് ഒരു വ്യസനപുത്രനാണ്. അപ്പോൾ ജനന ദിവസം തന്നെ ഒരു വ്യസനപുത്രനായ ഒരു ശിശുവായിട്ടാണ് ഞാൻ അത് ലോകത്തിൽ ജനിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ആ മരണ വീട്ടിൽ എന്നോടുള്ള ശ്രദ്ധ വിട്ടിട്ട് മരണപ്പെട്ടു പോയ മാതാവിന്റെ പിന്നാലെ അനന്തര കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണല്ലോ ആളുകൾ പോകുന്നത്. അപ്പോൾ പിന്നെ എന്നെ കുളിപ്പിക്കുവാനോ അല്ലെങ്കിൽ എനിക്ക് പാല് തരാനോ എന്നെ ടേക്ക് കെയർ ചെയ്യാനോ അവിടെ ആരും ഉണ്ടാവുക ഇല്ലല്ലോ. കാരണം അവരെല്ലാം മറ്റേ കാര്യത്തിൽ വളരെ തിരക്കിൽ അങ്ങ് പോകുമല്ലോ. അപ്പൊ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കാം എന്റെ അന്നത്തെ അവസ്ഥ. അങ്ങനെ ഈ അവസ്ഥയിൽ, അതായത് ഈ എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ ഈ 4-5 വാക്യങ്ങളിൽ പറയുന്ന ആ ഒരു അവസ്ഥയിൽ എന്റെ വ്യക്തിപരമായ ജീവിതം അല്ലെങ്കിൽ എന്റെ ആ ശൈശവകാലം, ആ ജനന ദിവസം മുതൽ ആ ഒരു സ്ഥിതിയാണ്. അപ്പം മറ്റുള്ളവർക്കൊക്കെ ഒരു സിമ്പതി തോന്നും ഒരു പക്ഷെങ്കിൽ. പക്ഷെ അങ്ങനെ 3 ദിവസം ആ വീട്ടിലിരുന്നു. ആ 3 ദിവസം കൊണ്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമായിരുന്നു. എന്നാൽ ദൈവം എന്നെ കുറിച്ച് കണ്ടിരുന്നത് ശ്രേഷ്ഠവും ഉന്നതവുമായ സ്വർഗീയ പ്ലാനുകളായിരുന്നത് കൊണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞതുപോലെ എന്നെ ജീവിപ്പിക്കുവാൻ, അല്ലെങ്കിൽ എന്നെ കുളിപ്പിക്കുവാൻ, എനിക്ക് വസ്ത്രം ധരിപ്പിക്കുവാൻ, എന്റെ വെച്ച് കെട്ടുവാൻ, എണ്ണ തേക്കുവാൻ, കുളിപ്പിക്കുവാനായിട്ട് ദൈവം ഒരാളിനെ ഒരുക്കി. അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു താറാവ് അല്ലെങ്കിൽ ഒരു കോഴി എന്ന ജീവി, അതിന് 2 അമ്മമാരാണുള്ളത്. ഒന്ന് അതിനെ മുട്ടയിട്ട തള്ളക്കോഴി. ആ തള്ളക്കോഴി മുട്ടയിടുന്നു. പക്ഷെങ്കിൽ അല്ലെങ്കിൽ ഒരു താറാവ് മുട്ടയിടുന്നു. ആ മുട്ടയിടുന്ന താറാവ് ഒരിക്കലും
മുട്ടയ്ക്ക് അടയിരിക്കുന്നില്ല. ആ താറാവ് ആ ജനനത്തോടുകൂടെ, ആ മുട്ടയിട്ടതോടുകൂടെ ആ താറാവുമായുള്ള ബന്ധം അവസാനിക്കുകയാണ്. എന്നാൽ ആ മുട്ടയെ പിന്നീട് കൊണ്ടുപോയി അടവെച്ച് വിരിച്ച് തന്റെ ശരീരത്തിന്റെ ചൂട് കൊടുത്ത് അതിനെ 21 ദിവസം സംരക്ഷിച്ച് പരിപാലിച്ചെങ്കിൽ മാത്രമേ അത് മുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞായിട്ട്, ഒരു പക്ഷിയായിട്ട് പുറത്തു വരികയുള്ളൂ. എന്ന് പറയുന്നത് പോലെ എന്നെ മുട്ടയിടുന്ന പോലെ എന്നെ പ്രസവിച്ച ഒരു അമ്മ ഒരു മുട്ടയ്ക്ക് പൊരുന്നിരുന്ന് അതിനെ രൂപപ്പെടുത്തി അതിനുവേണ്ടി സഫർ ചെയ്ത് സഹനങ്ങളിലൂടെ കടന്നുപോയ ആ ഒരു തള്ളക്കോഴിയാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമായി, അനുഗ്രഹമായി തീരുന്നു. അങ്ങനെ എന്റെ ജന്മസ്ഥലം അടൂരാണെന്ന് ഞാൻ പറഞ്ഞോണ്ട് ഒരു സംശയം. അടൂര് ജനിച്ച എന്നെ 3 ദിവസം മരിക്കാതെ പാളയിലിരുന്ന എന്നെ പന്തളത്ത് നിന്ന് എന്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയാകുന്ന എന്റെ തള്ളക്കോഴിയാകുന്ന അമ്മ അവിടുന്ന് വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി ആ ഭവനത്തിൽ വളർത്തിയാണ് ഞാൻ ഒരു നല്ല ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ എന്റെ ശൈശവകാലം അല്ലെ എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു രണ്ടാമത്തെ സ്റ്റേജ് വളരെ സങ്കടകരമായ, വേദനാജനകമായ അവസ്ഥയാണ്. ആ 1 മുതൽ 4 വരെയുള്ള ആ സ്റ്റേജിൽ ഞാൻ ഇതൊന്നും അറിയുന്നില്ല. എന്നാൽ അടുത്ത സ്റ്റേജിലേക്കാണ് ഞാൻ ഇനി കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബോയ്ഹുഡാണ്, അല്ലെങ്കിൽ ബാല്യകാലം. ബാല്യകാലം എന്ന് പറയുന്നത് 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലമാണ്. എല്ലാ മനുഷ്യരുടെയും ബോയ്ഹുഡ് 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലമാണ്. ആ 12 വയസ്സിനുള്ളിൽ 4 വയസ്സിന് ശേഷമാണ് നമ്മുടെ അറിവ് ഉണ്ടാകുന്നത്, നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത്, നമ്മുടെ ബുദ്ധി വളരുവാനായിട്ട് തുടങ്ങുന്നത്, നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച്, നമ്മുടെ പരിസരത്തെക്കുറിച്ച്, ശരിക്കും നമ്മുടെ പേരൻസിനെ കുറിച്ച്, നമ്മുടെ ബ്രദേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കുവാൻ തുടങ്ങുന്നത് നമ്മുടെ ബോയ്ഹുഡിൽ. ആ കാലത്തിലാണ് വാസ്തവത്തിൽ ഞാൻ എവിടെ ജനിച്ചു, എൻ്റെ അമ്മ ആരാണ്, എൻ്റെ പിതാവ് ആരാണ്, എൻ്റെ ഓൺ ബ്രദേഴ്സ് ആരാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവ് പന്തളത്തെ അമ്മച്ചിയും സഹോദരങ്ങളും ഒക്കെ പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. അപ്പൊ അങ്ങനെ അറിഞ്ഞു വന്ന സമയം മുതൽ, ചിന്തിക്കാനായിട്ടുള്ള ആ ബോയ്ഹുഡ് സമയം ആയപ്പോൾ മുതൽ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഞാൻ ജനിച്ച വീട്ടിലല്ലല്ലോ, എന്റെ സ്വന്തം അമ്മയില്ലല്ലോ. അപ്പൊ എന്റെ ബോയ്ഹുഡിൽ തന്നെ എന്റെ സ്വന്തം പിതാവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ അങ്ങനെ ബോയ്ഹുഡിൽ ഞാൻ തീർത്തും ഒരു അനാഥനാണല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ വളർന്നു വരുന്ന വീട് എന്റെ സ്വന്തം വീടല്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത എന്നെ ഭരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ എന്നെ അതൊരു വേദനയിലേക്ക്, അല്ലെങ്കിൽ ഒരു ദുഃഖത്തിലേക്ക്, ഒരു സങ്കടത്തിലേക്ക് അത് നയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓർത്ത് പറയുകയാണ്. അത് മാത്രമല്ല, ഓർത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ, അന്നേരം ഞാൻ ചെറിയ ഒരു കാര്യം പോലും എന്റെ മനസ്സിൽ തട്ടുമ്പം, നമ്മൾ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ ആണെങ്കിലും വഴക്ക് പറയാമല്ലോ, സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ ആണെങ്കിലും ശിക്ഷിക്കുമല്ലോ. അപ്പം സഹോദരങ്ങളിൽ നിന്ന്, മാതാവിൽ നിന്ന്, പന്തളത്തെ അപ്പച്ചനും എന്നെ കൊണ്ടുവന്ന ഒരു 3 വയസ്സ് ആയപ്പോൾ മരിച്ചുപോയി. അപ്പം അവിടെ ഞാൻ ഒരു നിസ്സഹായ അവസ്ഥയിലാണല്ലോ, ഞാൻ ഈ വീട്ടിൽ ഒരു എന്താ പറയുന്നത്, ഒരു എക്സസ് ആണല്ലോ, അല്ലെങ്കിൽ ഞാനൊരു അധികപ്പറ്റാണല്ലോ, ദൈവമേ എന്റെ അവസ്ഥ എന്താണ് എന്നുള്ള ചിന്തകളൊക്കെ എന്നെ ചെറുപ്പത്തിലെ ഭരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ബാല്യത്തിൽ ശമുവേൽ ബാലൻ പെട്ടകത്തിന്റെ അടുത്ത് പോയി കിടന്നു എന്ന് പറയുന്ന പോലെ, അന്ന് നമുക്ക് അവിടെ വിശ്വാസത്തിലൊന്നും അല്ലാത്തതുകൊണ്ട് പെട്ടകമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ രാത്രി കാലങ്ങളിൽ കരയും, ദൈവമേ എനിക്കാരുമില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. അപ്പോഴൊക്കെ എന്റെ ഹൃദയത്തിൽ ആരോ സംസാരിക്കുന്നത് പോലെ പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ അനാഥന്മാരുടെ പിതാവും വിധവമാരുടെ ന്യായപാലകനുമാണ്. ഈ വാക്യങ്ങളൊക്കെ കേട്ടതാണോ വായിച്ചതാണോ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവം എനിക്ക് തരികയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പൊ ചെറുപ്രായത്തിൽ, അല്ലെങ്കിൽ ബാല്യകാലത്ത് നമുക്ക് കർത്താവിന്റെ ഇടപെടൽ, കർത്താവിന്റെ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4 മുതൽ നമ്മുടെ 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് വരെയുള്ള ആ കാലം വളരെ പ്രത്യേകതയുള്ള ഒരു കാലമാണ്. കുഞ്ഞുങ്ങളിൽ ബാലചാബല്യങ്ങളും ബാല്യത്തിലെ പാപങ്ങൾ എന്ന് ദാവീദ് പറയുന്നുണ്ടല്ലോ. അപ്പൊ പാപം ചെയ്യാൻ ശൈശവാവസ്ഥയിൽ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാൻ തുടങ്ങുന്ന
പാപം ചെയ്യാൻ തുടങ്ങുന്ന കാലമാണ് ഈ ബാല്യകാലം. ബാല്യത്തിലെ ചാബല്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, ബാല്യത്തിലെ പാപങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ പാപം ചെയ്യാൻ തുടങ്ങുന്ന കണ്ണുകൊണ്ടും പിന്നെ നാക്കുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ പാപം ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ബാല്യകാലം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം നിയന്ത്രിക്കുന്ന, ദൈവം കണ്ടിരിക്കുന്ന, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം ബാല്യകാലത്തിലും അവൻ കർത്താവിന് പ്രയോജനമുള്ളവനായി തീരുവാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ ബാല്യത്തിലെ നുകം ചുമക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ബാല്യം മുതലേ ദൈവം എൻ്റെ ചുമലിൽ ഒരു നുകം വെച്ചതാണ്. എന്നാൽ അവന്റെ നുകം മൃദുവും അവന്റെ ചുമട് ലഘുവുമാണ് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ നമ്മളെ യേശു പുരുഷാരത്തെ കണ്ട് മനസ്സിലിഞ്ഞ് പുരുഷാരം അപ്പം തിന്നുവാൻ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലാതിരുന്ന സന്ദർഭത്തിൽ ഒരു ബാലനല്ലേ 5 അപ്പവും 2 മീനും ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് അത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് 5000-ത്തിലും അതിലുപരിയായിട്ടുള്ള സ്ത്രീകൾക്കും പൈതങ്ങൾക്കും വിളമ്പുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ബാല്യകാലത്തിലും ദൈവത്തിനും നമ്മൾ ഉപയോഗിക്കുവാൻ സാധിക്കുമല്ലോ. എത്രയോ കുഞ്ഞുങ്ങൾ ബാല്യകാലത്തിൽ ദൈവമില്ലാത്തവരായി, ദൈവത്തിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ കഴിയാതെ ബാല്യത്തിലെ പാപങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവവചനം കേൾക്കുവാനും ദൈവവചനം പ്രാപിക്കുവാനുള്ള ആർത്തിയോടും ആഗ്രഹത്തോടും കൂടെ ആ ബാലൻ പോയില്ലേ? അതുപോലെ എന്റെ ബാല്യകാലത്തിൽ ദൈവവചനത്തോടൊരു ആർത്തിയും ദൈവവചനത്തോടൊരു ദാഹവും എവിടുന്നോ എന്റെ ഹൃദയത്തിൽ വരാനിടയായി. ഒരുപക്ഷെങ്കിൽ എന്റെ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കത് കർത്താവിന് വേണ്ടി നന്നായി ജീവിക്കണം, ഇത് എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അന്ന് പന്തളത്തെല്ലാവരും ഓർത്തഡോക്സിലാണ്, ഞാൻ ജനിച്ച വീട്ടിൽ ഓർത്തഡോക്സിലാണ്. ഓർത്തഡോക്സിൽപ്പെട്ട ഒരു ബാലനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. എന്നാൽ ദൈവം മുന്നമേ എന്നെ കണ്ടിരുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നത്. അപ്പോൾ ദൈവവചനം കേൾക്കുവാൻ ആ ബാലൻ 5 അപ്പവും 2 മീനും കൊടുത്ത ബാലൻ യേശുവിന്റെ വചനം കേൾക്കുവാൻ പോയതുപോലെ എന്റെ ബാല്യത്തിൽ ഞാൻ ദൈവവചനം വായിക്കുവാനും ദൈവവചനം കേൾക്കുവാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പെന്തക്കോസ്തുകാരുടെ വീട്ടിലാരോടും പറയാതെയാണ് ഞാൻ എന്റെ ബാല്യകാലത്ത് ഞാൻ ദൈവവചനം കേൾക്കാൻ പോകുന്നത്. ഞങ്ങളുടെ വീട് പന്തളത്തെ വീടിനടുത്ത് മർത്തോമാ പള്ളിയുണ്ട്. ആ പള്ളിയിൽ എല്ലാ വർഷവും നല്ല കൺവെൻഷൻ നടത്തും. അനേക ദൈവദാസന്മാർ ഇവിടെ വന്ന് പ്രസംഗിക്കും. അതൊക്കെ ഞാൻ പോയി കേട്ടിട്ട് ഞാൻ പന്തലിൽ ഇരുന്ന് കരയാറുണ്ട്. അതുപോലെ ഓർത്തഡോക്സുകാരുടെ കൺവെൻഷന് പോവും, ഇവാഞ്ചലിക്കക്കാരുടെ കൺവെൻഷന് പോവും. എല്ലാറ്റിനും ഉപരിയായി പന്തളത്ത് ഞങ്ങളുടെ സക്കറിയാച്ചാനും കുഞ്ഞമ്മാമയൊക്കെ ആരാധിച്ചു വന്ന അവരുടെ വീട്ടിലായിരുന്നു. ആ ആരാധനയിൽ കൺവെൻഷൻ നടത്തുമ്പോൾ ഒക്കെ ഞാൻ അവിടെ പോയി സംബന്ധിക്കും. അപ്പോഴൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ എന്റെ ബാല്യത്തിലെ എന്റെ ഹൃദയത്തിൽ വലിയൊരു വാഞ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാല്യകാലത്തിൽ എനിക്ക് ഒത്തിരി ദുഃഖങ്ങളും വേദനകളും കണ്ണുനീരും ചെറിയ കാര്യങ്ങൾ പോലും വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയായിട്ട് എനിക്ക് തോന്നുമെങ്കിലും മറ്റൊരു ഭാഗത്ത് ദൈവത്തിന്റെ വിളി എന്റെ മേൽ കിടക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ദൃഷ്ടി എന്റെ മേൽ പതിച്ചത് കൊണ്ട് ആരും എന്നെ ഉപദേശിക്കാതെ, ആരും എന്നെ നിർബന്ധിക്കാതെ ആത്മീയ കാര്യങ്ങളിലേക്കുള്ള ഒരു താല്പര്യം ചെറുപ്രായം മുതലേ ദൈവം എന്റെ ഹൃദയത്തിൽ തന്നു. അങ്ങനെ ഞാൻ രാത്രിയിൽ കിടന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ പന്തളത്തെ അമ്മച്ചി നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് പ്രാർത്ഥനയുടെ ഒരു അനുഭവം എനിക്കും കിട്ടുവാനായിട്ട് ഇടയായി തീർന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള സന്ദർഭങ്ങളിൽ രാത്രികാലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ആകാശമേഘങ്ങളിൽ വലിയ ഒരു ആളായിട്ട് വന്ന് നിന്നിട്ട് 2 കരങ്ങളും നീട്ടി എന്റെ കർത്താവിലേക്ക് ആകർഷിക്കുന്ന, 2 കൈ നീട്ടി എന്നെ വിളിക്കുന്ന ആ ഒരു ദർശനം ഞാൻ 2 പ്രാവശ്യം കാണുവാനിടയായി തീർന്നു. അന്നത് ദർശനമാണെന്നൊന്നും എനിക്കറിയത്തില്ല, ദൈവവിളിയാണെന്നൊന്നും അറിയത്തില്ല. അത് വെറും ഒരു സ്വപ്നമായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ആ കണ്ട കാഴ്ച, ആ ദർശനം, ആ ദൈവികമായ ആ ഒരു ഇടപെടൽ അന്നത്തെ പോലെ തന്നെ ഇന്നും ഞാൻ ഓർക്കുവാനിടയായിത്തീരുന്നുണ്ട്. അങ്ങനെ ബാല്യകാലം അങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബാല്യകാലം കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത് 13 മുതൽ 19 വരെയുള്ള നമ്മുടെ ടീനേജ് കാലമാണ്. 13, 19 എന്ന് പറയുന്നത് 13 മുതൽ 19 വരെയുള്ള കാലമാണ്. വാസ്തവം പറഞ്ഞാൽ ഈ 13 മുതൽ 19 വരെയുള്ള ഈ കാലയളവിനകത്ത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള വചനങ്ങൾ വായിക്കുന്നതിനും, ആരെങ്കിലും ഒരു ട്രാക്ട് തന്നാൽ അത് വായിക്കുക, എവിടെയെങ്കിലും ഒരു പരസ്യവും നടക്കുന്നത് കണ്ടാൽ അവിടെ പോയി നിൽക്കുക, ഒരു കൺവെൻഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു ശ്രദ്ധയോടെ കേൾക്കുക. പിന്നെ ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം വായിച്ചാൽ അത് അതുപോലെ എനിക്ക് ആരോ ഇന്റർപ്രിറ്റ് ചെയ്ത് തരുന്ന പോലെ നല്ലതുപോലെ എനിക്ക് മനസ്സിലാകും. കൺവെൻഷന് പോയിരുന്ന ദൈവവചനം കേട്ടാൽ അത് അതുപോലെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരോ എനിക്ക് അതിന്റെ അർത്ഥം പറഞ്ഞു തരുന്ന പോലെ എനിക്ക് മനസ്സിലാവുകയാണ്.
ഇന്നും എനിക്ക് ആ ഒരു കൃപയാണ് ദൈവം തന്നിട്ടുള്ളത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ എന്റെ ടീനേജ് കഴിഞ്ഞിട്ട് എന്റെ 19 മുതൽ ഉള്ളതായിട്ടുള്ള യൂത്തിലേക്ക്, അല്ലെങ്കിൽ 20 വയസ്സ് മുതൽ യൂത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അങ്ങനെയാണല്ലോ ഒരു തീരുമാനത്തിലേക്ക് വരുവാനിടയായ. ടീനേജില് നമുക്ക് വേണ്ടവണ്ണം ഒരു തീരുമാനം എടുക്കുവാനോ ഒറ്റയ്ക്ക് ഒരു അവസ്ഥയിലേക്ക് പോകാനോ ഒന്നും സാധ്യമല്ല. എങ്കിലും എന്റെ ടീനേജ് അവസാനിക്കുന്ന സമയത്ത്, ആ യൂത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, എനിക്ക് എന്റെ 18ാമത്തെ വയസ്സിൽ എന്റെ കർത്താവിനെ എനിക്ക് രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അതാണ് എന്റെ ഏറ്റവും വലിയ സാക്ഷ്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഏറ്റവും വലിയ അത്ഭുത സാക്ഷി എന്ന് പറയുന്നത്. അല്ലാതെ ചെറുപ്പകാലം മുതലേ ബാല്യകാലത്തിലും ടീനേജ് കാലത്തിലും യൗവനകാലത്തിലും ഒക്കെ മദ്യപിച്ച് മതാലസകളെ പോലെ ജീവിച്ച്, അല്ലെങ്കിൽ അങ്ങനെ വഴക്കിലും അടിയിലും ഇടിയിലും കേസിലും കുത്തിലും വിട്ടിലും ഒക്കെ അകപ്പെട്ട് പോയി ഒരു ഭീകര സാക്ഷിയൊന്നും പറയാനായിട്ടില്ല. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ വഷളത്വത്തിലേക്കോ ഈ ലോകത്തിന്റെ അങ്ങനെയുള്ള ആഡംബരത്തിലേക്കോ ആഘോഷങ്ങളിലേക്കോ മറ്റുള്ളതായിട്ടുള്ള ലൗകികമായ മ്ലേച്ഛമായ വഴിയിലേക്കോ പോകാതെ, എന്റെ ടീനേജ് അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ 18ാമത്തെ വയസ്സിൽ എന്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പന്തളത്ത് സക്കറിയാച്ചായന്റെ അവിടെ ഒരു കൺവെൻഷൻ നടന്നു. 1971 ഫെബ്രുവരി മാസം 7 ദിവസത്തെ കൺവെൻഷൻ ആയിരുന്നു. അതിന്റെ 6ാമത്തെ ദിവസത്തെ കൺവെൻഷന് പ്രസംഗിച്ചത് കർത്താവിൽ പ്രസിദ്ധനായ പരേതനായ പാസ്റ്റർ PAB സാംസാർ അവറുകളാണ്. അദ്ദേഹം അവിടെ വന്ന് പ്രസംഗിച്ചത് നയമാന്റെ കുഷ്ഠത്തെ കുറിച്ചാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിലെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ വചനങ്ങളെ കുറിച്ച് അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ, ഞാൻ എത്ര നീതിമാനായി ജീവിച്ചാലും നല്ല സ്വഭാവമുള്ളവനാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്നവനാണെന്ന് പറഞ്ഞാലും, ഞാനൊരു പാപിയായിരിക്കുന്നിടത്തോളം കാലം, ഞാൻ കുഷ്ഠരോഗിയായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ആ നയമാനേക്കാൾ ശ്രേഷ്ഠനല്ല എന്നുള്ള ദൈവത്തിനും പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ദൈവാത്മാവ് എന്റെ ഹൃദയത്തോട് വളരെ വ്യക്തമായിട്ട് ഇടപെട്ടു. അങ്ങനെ അന്നേരമേ ഞാൻ തീരുമാനിച്ചു, ഇന്ന് ഈ ദൈവദാസൻ ഈ മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓട്ടർ കോൾ, ഇപ്പോഴല്ലേ ഓട്ടർ കോൾ എന്നൊക്കെ പറയാൻ പഠിച്ചത്, ഇങ്ങനെ ആൾക്കാരെ മുമ്പോട്ട് വിളിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ ആദ്യം തന്നെ എഴുന്നേറ്റ് പോകും. ഞാൻ ചെന്ന് അവര് പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഞാൻ ഏറ്റു പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ അവിടെ വെച്ച് ദൈവജന ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് ഓട്ടർ കോൾ നടത്തിയപ്പോൾ ആദ്യമേ ഞാനാണ് എഴുന്നേറ്റ് ആ പുൽപ്പിറ്റിന്റെ മുൻപിൽ ചെന്ന് മുട്ടിന്മേൽ നിന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞതെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു തന്നതുപോലെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ വെച്ച്, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും, കർത്താവിന്റെ ദൈവമാണ്, എന്റെ പിതാവാണ്, എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണ്, എല്ലാം എനിക്ക് അറിയാമെങ്കിലും എന്റെ വായ കൊണ്ട് ഏറ്റു പറയുവാനുള്ള ഒരു അവസരം അവിടെ വെച്ചാണ് എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ അവിടെ വെച്ച് രക്ഷിക്കപ്പെടുവാൻ, സമർപ്പിക്കുവാൻ ഇടയായിത്തീരുന്നു. അതൊരു ശനിയാഴ്ചയാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാവരും ഓർത്തഡോക്സിലാണ്. ഞാൻ എന്റെ ജ്യേഷ്ഠൻ ബേബിച്ചാനോടും എന്റെ അമ്മച്ചിയോടും സഹോദരങ്ങളോടൊക്കെ പറഞ്ഞു, ഞാൻ ഇനിയും തൊട്ട് ഓർത്തഡോക്സ് പള്ളി അർപ്പപ്പള്ളിയിലോട്ട് ഞാൻ വരത്തില്ല. ഞാൻ കറിയാച്ചാൻ, അവിടുത്തെ സഭയുടെ പേരൊന്നും എനിക്കറിയാൻ വയ്യ, ഞാൻ കറിയാച്ചാൻ്റെ അവിടെ ഇനിയും തൊട്ട് പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, ഞാൻ ഈ പള്ളിയിലോട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരു വേദപുസ്തകമേ ഉള്ളൂ വീട്ടില്. ആ വേദപുസ്തകം എടുത്ത് ഞാൻ റോഡിലൂടെ പരസ്യമായിട്ട് സഭായോഗത്തിൽ ചെന്ന് ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞു. അന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PG സാമുവലാണ് ഞങ്ങളുടെ സഭയിൽ ഇരിക്കുന്നത്. അദ്ദേഹം അന്ന് പ്രസംഗിച്ച പ്രസംഗം പോലും ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്നെ കർത്താവ് വിളിച്ചപ്പോൾ പൂർണ്ണമായിട്ട് സമർപ്പണത്തോടെ ഞാൻ ഇറങ്ങിത്തിരിച്ചു. വീട്ടിൽ ആര് സമ്മതിക്കുമോ സമ്മതിക്കത്തില്ലയോ, സ്വന്തം വീടല്ല, സ്വന്തം സഹോദരന്മാരില്ല, സ്വന്തം അമ്മയല്ല, അവരുടെ ഒരു കൺസിഡറേഷനിലാണ് ഞാൻ അവിടെ ജീവിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ വിശ്വാസത്തിലേക്ക് പോകുവാൻ ഒരു ഡിസിഷൻ എടുത്ത് പോയാൽ എന്താണ് വരാൻ പോകുന്നത്, എന്താ സംഭവിക്കുന്നത്, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ, തല്ലുമോ, അടിക്കുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും എന്റെ ജീവിതത്തിൽ അപ്പോൾ വ്യാപരിച്ചില്ല. കാരണം എന്നിൽ കർത്താവിനിൽ വന്നതുകൊണ്ട് ഒരു വലിയ വിശ്വാസം, ഒരു വലിയ ധൈര്യം, ഒരു വലിയ പ്രത്യാശ ദൈവമെന്ന് എനിക്ക് തരാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി സഹായം കൂടിയതിനു ശേഷം സ്നാനപ്പെടുന്ന കാര്യമൊന്നും അന്ന് പാസ്റ്റർ പ്രസംഗിച്ചില്ല. എന്നാൽ പിന്നീട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കറിയാച്ചാൻ എന്നോട് പറഞ്ഞു, ജോയിക്കുട്ടി സ്നാനമുണ്ട്, അടുത്ത വെള്ളിയാഴ്ച സ്നാനമുണ്ട്, ജോയിക്കുട്ടി സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും പഠിച്ചില്ല. എനിക്കറിയാം സ്നാനം ശരിയാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ ആ ടീനേജിൽ ദൈവദിനം വായിക്കുമ്പോൾ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും
എന്നുള്ള വചനങ്ങളൊക്കെ ഞാൻ വായിച്ചതായിട്ട് ഞാൻ അന്നത്തെ പോലെ ഇന്നും ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല വിശ്വാസികളെ ബന്ധുക്കോസുകാര് അന്ന് എന്റെ വൈഫിന്റെ അമ്മാച്ചൻ പാസ്റ്റർ A.T. തോമസ് പന്തളത്ത് വന്ന് മുട്ടാറ്റ് വെച്ച് ഒരു സ്നാന ശുശ്രൂഷ നടത്തുന്നത് ഓർത്തഡോക്സിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ പോയി നിന്ന് കാണുകയൊക്കെ ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നി എനിക്കും ഇതുപോലെയൊക്കെ ആയിത്തീരണമെന്ന്. അങ്ങനെ ഞാന് അവിടെ നിന്ന് ആ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞണക്കെയാണ് ഞാൻ പോയത്. അപ്പോൾ അത് എനിക്കറിയാം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നതാണ് ശരി. യേശു 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. മറ്റനേകർ ആറ്റിൽ ഇറങ്ങി അത് പൂർണ്ണമായി വിശ്വസിച്ച് സ്നാനപ്പെട്ടത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു മടിയും കൂടാതെ പറഞ്ഞ് ഞാൻ സ്നാനപ്പെടാമെന്ന്. അങ്ങനെ മാർച്ച് മാസം 71 മാർച്ച് മാസം 5-ാം തീയതി പന്തളത്ത് ഐരാണിക്കുഴി ചർച്ചിൽ പോയി അവിടെ പ്രാർത്ഥന നടത്തി കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ദൈവദാസന്മാരും പന്തളത്തുള്ള ദൈവമക്കൾ എല്ലാം കൂടി വന്ന് അവിടെ 7 പേര് എന്നോട് കൂടെ സ്നാനപ്പെട്ടു. അങ്ങനെ 7 പേരുടെ കൂട്ടത്തിൽ ഒന്നാമനായി സ്നാനപ്പെടുവാൻ ദൈവമായ കർത്താവ് എനിക്ക് സഹായിച്ചു. അതോടുകൂടി ഞാൻ പൂർണ്ണമായി വേർപെട്ട് ഓർത്തഡോക്സ് വിശ്വാസവും അങ്ങനെയുള്ളതായ ചിന്താഗതികളൊക്കെ വിട്ട് ഞാൻ പൂർണ്ണമായിട്ട് പന്തളത്തുള്ള ദൈവസഭയുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയായി തീർന്നു. അതാണ് എൻ്റെ ടീനേജില് അല്ലെങ്കിൽ എൻ്റെ യൗവനകാലം ആരംഭിക്കുന്ന സന്ദർഭത്തില് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് അതാണ്. അന്നത്തെ ആ വിശ്വാസവും ആ പ്രത്യാശയും ആ ശ്രേഷ്ഠമേറിയ ആ ഒരു തീരുമാനവും ആ ഒരു ഉറപ്പുമാണ്, ആ ഒരു ദർശനവും വിളിയുമാണ് ഇന്നും എൻ്റെ ഹൃദയത്തിൽ ആഴമായിട്ട് അത് നിലകൊള്ളുവാൻ ഇടയായിത്തീരുന്നത്. അതിനുശേഷം ഞാന് പന്തളത്തെ കറിയാച്ചാന്റെ മാമയുടെ സഭയുള്ള ദൈവമക്കളുടെ ഒക്കെ പ്രോത്സാഹനത്താലും അവരുടെ സപ്പോർട്ടിനാലും ഒക്കെ എന്നെ മുളക്കട ബൈബിൾ കോളേജിലേക്ക് പഠിക്കുവാനായിട്ട് പോകണമെന്ന് എന്നോട് പറഞ്ഞു. ജോയിക്കുട്ടിക്ക് അവിടുത്തെ അമ്മാമ്മ വലിയ പ്രവാചകയാണല്ലോ, എന്നെ കുറിച്ചുള്ള ദൈവിക ആലോചനകളൊക്കെ പ്രവചനമായിട്ട് ദൂതായിട്ട് എന്നോട് പറഞ്ഞു. അനേകരുടെ മധ്യത്തിൽ ഞാൻ നിന്നെ ഒരു സാക്ഷിയായി നിർത്തും. നീ അനേക രാജ്യങ്ങളിലേക്ക് കടന്നു പോകും. നിനക്ക് നീ ഒരു അനാഥനാണെന്ന് വിചാരിച്ച് നീ ഭാരപ്പെടേണ്ട. നിനക്ക് അനേക മാതാക്കളെയും അനേക പിതാക്കളെയും അനേക സഹോദരങ്ങളെയും അത് നിനക്ക് ഞാൻ നൽകും. നീ ആകാശ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യും. നിന്നെ ഞാൻ അറിയാത്ത ഭാഷക്കാരുടെയും ദേശക്കാരുടെയും ജാതിക്കാരുടെയും മധ്യത്തിൽ നിന്നെ എൻ്റെ ഒരു സാക്ഷിയായി നിർത്തുമെന്ന് പറഞ്ഞ് എന്നോട് ദൂത് പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് മാർച്ച് 5-ാം തീയതി ഞാൻ സ്നാനപ്പെട്ടു. ജൂലൈ 7-ാം തീയതി ഹല്ലേലൂയ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അഭിഷേകം പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്കും ആത്മനിറവിലേക്കും ദൈവവചന പഠനത്തിലേക്കും സുവിശേഷ വേലയുടെ സമർപ്പണത്തിലേക്കും എൻ്റെ യൗവനത്തിന്റെ ആരംഭത്തിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ഇടയാക്കി തീർത്തു. അങ്ങനെ ദൈവവചനം പഠിച്ച് മുളക്കടയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതലേ എന്നെ സഭയുടെ ശുശ്രൂഷയിൽ കോട്ടയത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ സഭ അന്ന് ടൗണിൽ കോട്ടയം ടൗണിലായിരുന്നു ചർച്ച് ഓഫ് ഗോഡിന്റെ ഓഫീസ് അവിടെയായിരുന്നു. അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും മുളക്കടയിലേക്ക് തിരിച്ചു വന്നു 73 മുതൽ. അങ്ങനെ 71 മുതൽ മുളക്കട ബൈബിൾ കോളേജിൽ പഠിക്കും. 3 വർഷത്തെ കോഴ്സാണ് അത് പഠിച്ച് ദൈവത്തിന്റെ കൃപയില് ഒരു സുവിശേഷകനായി തീരുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് വന്നു. അങ്ങനെ 4-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാന അടുത്ത സ്റ്റേജ് 5-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ യൗവനകാലമാണ്. നമ്മുടെ യൗവനകാലമാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാലം. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലം. അതായത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അത് ബലത്തിന്റെയും ശക്തിയുടെയും കാലമാണ്. നമുക്ക് നന്നായി ജീവിക്കുവാൻ നന്നായി പ്രവർത്തിക്കുവാനുള്ള കാലമാണ്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഫാമിലി, നമ്മുടെ തലമുറകൾ, ഇതെല്ലാം നമുക്ക് ദൈവം തരുന്നത് നമ്മുടെ യൗവനകാലമാണ്. അപ്പൊ ആ യൗവനകാലത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ശൈശവത്തിലെ ആ ദുഃഖങ്ങളും എൻ്റെ ശൈശവകാലത്തിലെ വേദനകളും ബാല്യകാലത്തിലെ കണ്ണുനീരും ആ ടീനേജിലുണ്ടായിരുന്ന ആ സഫറിങ്സും ഒക്കെ മാറി എനിക്ക് ആരൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ചിന്ത എന്നെ ഭരിക്കുവാനിടയായി തീർന്നു. ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ പന്തളത്തെ എൻ്റെ സഹോദരങ്ങളെയും അമ്മയെയും ഒക്കെ വിട്ട് ഇങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് പോയപ്പോൾ എന്നെ യാതൊരു കാരണവശാലും മാനസികമായി പീഡിപ്പിക്കുവാനോ മറ്റു നിലയിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാനോ ഉപദ്രവിക്കാനോ ഒന്നും അവർക്കിടയായില്ല. കാരണം എന്നെ കൊണ്ടുവന്ന് വളർത്തിയതാണല്ലോ. അവരെന്തേലും പറഞ്ഞാൽ എനിക്കത് വിഷമമായി തീരുമല്ലോ, ഭാരമായി തീരുമല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ വാത്സല്യ സഹോദരൻ മാതാവൊന്നും എന്നെ ഒന്നും പറയാനിടയായി തീർന്നില്ല. പിന്നത്തേതിൽ അവർക്ക് അത് അനുഗ്രഹമാക്കി ദൈവം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യൗവനകാലം
നമ്മുടെ യൗവനകാലത്തിലേക്ക് തിരിച്ചു പോയാൽ കൊള്ളാമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാലമാണ് യൗവനകാലം. എത്ര ശ്രേഷ്ഠമായ കാലമാണ്. നമ്മുടെ വിദ്യാഭ്യാസം രൂപപ്പെട്ട് ഒരു പ്രൊഫഷനിലേക്ക് പ്രവേശിക്കുന്ന കാലം, ഒരു മാരേജിലേക്ക് പ്രവേശിക്കുന്ന കാലം, നമുക്ക് തലമുറകളെ ദൈവം തരുന്ന കാലം, നമുക്ക് നല്ല ജോലി ലഭിക്കുന്ന കാലം, നല്ല സാലറി ലഭിച്ച്, അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്ത്, അല്ലെങ്കിൽ നല്ല കൃഷി ചെയ്ത്, നല്ല അധ്വാനം ചെയ്ത് നമ്മൾ നേടുന്ന ഒരു കാലമാണ് യൗവനകാലം. നമ്മൾ സന്തോഷിക്കുന്ന കാലമാണ്. നിന്റെ യൗവനത്തിലെ ഭാര്യയോടുകൂടെ സന്തോഷിച്ചു കൊള്ളുക എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ കുടുംബത്തോടുകൂടെ സന്തോഷിക്കുവാൻ, കുഞ്ഞുങ്ങളോടുകൂടെ സന്തോഷിക്കുവാൻ, കൂട്ടുകാരോടുകൂടെ സന്തോഷിക്കുവാൻ, ജോലിയിൽ എന്ന് വേണ്ട അങ്ങനെ എല്ലാ കാര്യത്തിലും സന്തോഷിക്കുന്ന കാലമാണ്. എന്നാൽ ലോകപ്രകാരം അനേകർ ആ സന്തോഷം മാത്രം മുൻനിർത്തി മുൻപോട്ട് പോകുമ്പോൾ ദൈവവചനം പറയുന്നത് നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. കർത്താവിന് വേണ്ടി യൗവനകാലത്ത് പ്രവർത്തിക്കുന്നത് എത്ര ശ്രേഷ്ഠമേറിയ കാര്യമാണ്. പോകുവാനും വരുവാനും, അതേ പഠിക്കുവാനും, ദൈവവചനം പ്രസംഗിക്കുവാനും, സാക്ഷിക്കുവാനും, ആരാധിക്കുവാനും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ യൗവനകാലം പോലെ ഒരു നല്ല കാലം നമ്മുടെ ജീവിതത്തില് ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലെ യൗവനകാലം, അത് എന്റെ യൗവനകാലം വന്നപ്പോൾ എന്റെ കർത്താവ് എന്നെ അവിടെ സഹായിക്കുകയാണ് ചെയ്തത്. ഞാൻ വിശ്വാസത്തിലേക്ക് പോയപ്പോൾ എന്റെ കൂടെ വരാൻ ആരുമില്ല. സ്നാനപ്പെടുന്ന സമയത്ത് എന്നെ സഹായിപ്പാൻ ആരുമില്ല. അതുപോലെ തന്നെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോയപ്പോൾ എന്നെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ആ ഭാഗത്ത് ഞാൻ അനുഭവിച്ചതും ഞാൻ നേരിട്ടതും അഭിമുഖീകരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. കാരണം അത് അത്രമാത്രം അത് വളരെ വളരെ ശോചനീയമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആകെ കൂടെ ഒരു ബൈബിളേ ഉള്ളായിരുന്നു. ആ ബൈബിൾ എടുത്തുകൊണ്ട് മുളക്കട പഠിക്കാൻ പോകാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ പോയപ്പോ കറിയാച്ചാൻ എനിക്കൊരു ബൈബിള് തന്നു. ജോയിക്കുട്ടി ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ മുളക്കട പോയിട്ട് തിരിച്ച് പന്തളത്ത് വന്നപ്പോ കറിയാച്ചാൻ പറഞ്ഞു, ജോയിക്കുട്ടി എനിക്ക് ആ ബൈബിളേ ഉള്ളൂ, അതുകൊണ്ട് അതിക്ക് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് തിരിച്ചു കൊടുത്തു. പിന്നെ ഒരു ബൈബിള് വാങ്ങിക്കുവാൻ എനിക്ക് പൈസയില്ല. പിന്നെ നമ്മുടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകര് ഞങ്ങളെ അവരുടെ കൂടെ കൺവെൻഷന് പ്രസംഗിക്കുന്നിടത്തോ ബൈബിൾ ക്ലാസ് നടത്തുന്നിടത്തോ അതിന് പ്രത്യേകമായിട്ട് ശുശ്രൂഷയ്ക്ക് പോകുന്നിടത്ത് ഞങ്ങൾ പലരെയും വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നിടത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ സഭയിലെ ആ ദൈവമക്കൾ ബൈബിൾ സ്കൂളിൽ നിന്ന് വന്ന ദൈവദാസന്മാരാണല്ലോ എന്ന് വിചാരിച്ച് ഒരു കൺസിഡറേഷൻ ഞങ്ങൾക്കൊക്കെ തരാറുണ്ട്. അങ്ങനെ 2ഉം 3ഉം 5ഉം ഒക്കെ തരുന്ന പൈസ സേവ് ചെയ്താണ് പിന്നീട് ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുവാൻ ഇടയായത്. ഇന്നത്തെ പോലെ സൗകര്യമുള്ള കാലങ്ങളല്ലല്ലോ. ഒരുപാട് പ്രാവശ്യം ഞാൻ മുളക്കടയിൽ നിന്ന് പന്തളത്ത് കാൽനടയായി നടന്നു പോയിട്ടുണ്ട്. അന്ന് പന്തളത്ത് നിന്ന് മുളക്കട പോകാൻ 40 പൈസ മതി. പക്ഷെ ആ 40 പൈസ പോലും ഇല്ലാതെ വീട്ടിൽ നിന്ന് ഞാൻ ചോദിച്ചാൽ തരുമെന്ന് എനിക്കറിയാം. സഹോദരിമാര്, ജ്യേഷ്ഠത്തിമാര് എനിക്ക് പൈസ ചോദിച്ചാൽ തരും. പക്ഷെ ഞാൻ ചോദിക്കുകയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിലേക്ക് പോയി ദൈവത്തിന്റെ പുറകെ പോയവൻ, പെന്തക്കോസ്തിലേക്ക് പോയവൻ വീട്ടിൽ ചെന്ന് പൈസ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സാക്ഷ്യമല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ അനേക പ്രാവശ്യം നടന്നു പോയിട്ടുണ്ട്. മുളക്കടയിൽ നടൂര് വരെ നടന്നു പോയിട്ടുണ്ട്. അടുവന്ന് അങ്ങനെ തിരിച്ചും നടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അതൊന്നും വലിയ കഷ്ടപ്പാടൊന്നുമല്ല. അത് ഇന്നത്തെ ദൈവമക്കൾ അനുഭവിച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ആ അവസ്ഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് സഭയുടെ ശുശ്രൂഷ തരുവാനിടയായി തീർന്നു. അതോടുകൂടി എന്റെ ബുദ്ധിമുട്ടുകള്, എന്റെ പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ എനിക്ക് സ്വന്തമായിട്ട് അത് എന്റെ ഡ്രസ്സ് എടുക്കുവാനും എന്റെ കാര്യാദികളൊക്കെ നടത്തുവാനും എനിക്ക് അതുമൂലമൊക്കെ ദൈവം അവസരങ്ങള്, സാഹചര്യങ്ങളെ തന്നിട്ടുണ്ട്. അങ്ങനെ യൗവനകാലം വന്നപ്പോൾ എനിക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗപ്രകാരം എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ലീലാമ്മയെ വിവാഹം കഴിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. കർത്താവിന്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിത്യതയിൽ വിശ്രമിക്കുന്ന KM തോമസ്, കുരിക്കിലേത്ത് തോമാച്ചൻ, കാരക്കാട് പന്തളം IPC സഭയുടെ അനുഗ്രഹീതനായിരുന്ന ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ AT തോമസിന്റെ സഹോദരി മറിയാമ്മ എന്ന കർത്തൃദാസിയുടെ മൂത്ത മകൾ ലീലാമ്മയാണ് എന്റെ ഭാര്യ. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഭാര്യയെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാപിതാക്കൾ ഇല്ലാത്ത സ്ഥാനത്ത്, ഇല്ല എന്ന് പറയുന്ന എന്റെ അമ്മച്ചിയുണ്ട്, പന്തളത്തെ അമ്മച്ചി. അത് മറന്നല്ല ഞാൻ സംസാരിക്കുന്നെങ്കിലും എനിക്ക് അപ്പച്ച എന്ന് വിളിക്കുവാൻ ഒരു അപ്പച്ചനെ ദൈവം തന്നു. ആ അപ്പച്ചൻ എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം അനുഗ്രഹമായിരുന്നു, മാതാപിതാക്കൾ അനുഗ്രഹമായിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശുശ്രൂഷ മുൻപോട്ട് പോയി. ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. ആ കുഞ്ഞുങ്ങളെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവരെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. എങ്കിലും അവരെ നന്നായി പഠിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം എനിക്ക് തന്നു. ആ കുഞ്ഞുങ്ങൾ അത്രയും പഠിക്കുമെന്നോ അല്ലെങ്കിൽ അവരങ്ങനെ ആയിത്തീരുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചതല്ല. തലമുറകളെ ദൈവം തന്നാൽ ദൈവം അവരുടെ കാര്യം നോക്കിക്കോളും. മൂത്ത മകൾ ബ്ലസ്സി, അവൾ 10-16 വർഷം ന്യൂയോർക്കിലെ ജോയ് പ്യൂമൻ പാസ്റ്ററുടെ അനിയന്റെ മകനായിരിക്കുന്ന, അലക്സാണ്ടർ ഉമ്മന്റെ മകനായിരിക്കുന്ന ബിജു എന്ന മോൻ
എന്റെ മൂത്ത മകൾ ബ്ലസ്സിയെ വിവാഹം കഴിച്ചു. അങ്ങനെ മകൾ 2001 മുതൽ അമേരിക്കയിൽ പാർക്കുവാൻ ഇവിടെയാക്കി തീർത്തു. ഇപ്പോൾ കുറെ കാലങ്ങളായിട്ട് അവര് ഡാളസിലേക്ക് മൂവ് ചെയ്തു. ഡാളസിൽ അവര് വൈലി എന്ന സ്ഥലത്ത് താമസിക്കുന്നു. മോൻ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്ററും കൂടെയാണ്. കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് 3 മക്കളെ കൊടുത്തു. അവർ 3 പേരും അവിടെ ശ്രേഷ്ഠമേറിയ നിലയിൽ ആത്മീയ ശുശ്രൂഷകളിലും ദൈവം അവർക്ക് നൽകിയ മറ്റ് പ്രൊഫഷനിലും അവരായിരിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ എല്ലാവരും സ്നാനപ്പെട്ടവരാണ്. മൂത്ത മകളുടെ 3 കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടവരാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല രണ്ടാമത്തെ മകൾ നിസിയാണ്. അവളെ ദൈവം അവർക്ക് നല്ല ഉന്നതമായ ഒരു വിദ്യാഭ്യാസ യോഗ്യത കൊടുത്തു. എങ്കിലും തമ്പി ശങ്കരമംഗലം എന്നറിയപ്പെടുന്ന കർത്താവിൽ പ്രസിദ്ധനായ കർത്തൃദാസന്റെ മൂത്ത മകൻ ചെറുപ്രായം മുതലേ അവന്റെ ചൈൽഡ്ഹുഡ് മുതലേ സുവിശേഷ വേല ചെയ്യുന്ന ഒരു മകനാണ് ജെറിൻ എം തോമസ്. ആ മകനുമായിട്ടുള്ള വിവാഹം 2007 നടക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. അവർക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. അവർ ICPF-ന്റെ പ്രവർത്തനത്തിൽ പൂന, അതുപോലെ തന്നെ ഷാർജ, ഗൾഫ് കൺട്രീസ് അങ്ങനെ അനേക രാജ്യങ്ങളിൽ അവരെ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ അവർ 8 വർഷത്തിലധികമായി കാനഡയിൽ ടൊറന്റോയിലും കാൽഗറിയിലുമായിട്ട് പ്രവർത്തിക്കുകയാണ്. അവരെ കാനഡയിലെ ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ അസിസ്റ്റന്റ് സൂപ്രണ്ടായിട്ട് കുഞ്ഞവിടെ പ്രവർത്തിക്കുന്നു. നിസി ജോലി ചെയ്യുന്നില്ല. അവൾ അത് ദൈവസന്നിധിയിൽ പറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവഹിതം പോലെ അത് നടക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ എന്റെ യൗവനകാലത്ത് ദൈവം നല്ലൊരു അടിസ്ഥാനം ഒരുക്കി തന്ന് ശ്രേഷ്ഠമേറിയ നിലയിൽ ഞങ്ങളെ ദൈവം നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ യൗവനകാലത്തെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങനെ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് ഖത്തറിലേക്ക് പോകാനുള്ള ഒരു വഴി എനിക്ക് ഒരുക്കപ്പെട്ടു വന്നു. എന്നാൽ ഞാൻ എനിക്ക് അന്ന് 32 വയസ്സൊക്കെ ഉള്ളൂ. ആ സമയത്ത് ഖത്തർ നമ്മുടെ കെ അബ്രാച്ചാനും ജോണിച്ചാനും ഒക്കെ ഖത്തറിലുള്ളതായിട്ടുള്ള സമയമാണ്. എന്നെ അവിടെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ചില ദൈവദാസന്മാർ, ദൈവമക്കൾ വളരെ താല്പര്യപ്പെട്ട് ചാക്കോ സാറിനോട് പറയുകയും MI സാറിനോട് പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ പറഞ്ഞ് എന്നെ വിളിച്ചതിൽ എന്നെ അവിടേക്ക് വിടാനായിട്ട് മുളക്കര MI സാറും ചാക്കോ സാറാണ് ഓവർസീയർ ചാക്കോ സാറും കൂടെ തീരുമാനിച്ചു. അവിടെയൊക്കെ കത്തയച്ചു. എനിക്ക് വിസ എടുക്കുന്നതിന് വേണ്ടി അവരാവുന്നില്ല അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എങ്ങനെയോ എന്തോ എന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം തടഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം തടഞ്ഞത് മനുഷ്യരിൽ കൂടെയാണ്. അതിനുവേണ്ടി ചില മനുഷ്യരൊക്കെ ഒരുക്കപ്പെട്ടു വന്നു എന്ന് ഞാൻ പറയുകയാണ്. സ്തോത്ര. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും ആ വഴി അവിടെ അടയപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഖത്തറിലേക്കുള്ള വഴി അടഞ്ഞപ്പോൾ 1987 അമേരിക്കയിലേക്കുള്ള ഒരു വഴി ദൈവം എന്റെ മുൻപിൽ തുറന്നു തന്നു. അങ്ങനെ 1987 അത് ഇന്ന് അവിടെ ആയിരിക്കുന്ന പലരെക്കാളും മുന്നമേ എനിക്ക് അവിടെ 37 വർഷത്തിന് മുൻപേ അമേരിക്കയിൽ വരുവാൻ, അന്ന് എനിക്ക് 34 വയസ്സോ മറ്റേ ഉള്ളൂ. അന്ന് പലർക്കും വിസ കിട്ടാത്തൊരു കാലഘട്ടത്തിൽ ദൈവം എനിക്ക് വിസ തന്നു. എന്റെ വൈഫിന്റെ കസിൻസ് ആയിട്ട് അനേകര് ഡാളസിലും പാസ്റ്റർ ടി തോമസ്, സുശീല തുടങ്ങിയ അനേക ദൈവമക്കൾ അവിടെ ഉണ്ട്. അവരെല്ലാം എന്റെ വൈഫിന്റെ കസിൻസ് ആണ്. അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ്. മാത്രമല്ല എന്റെ സഹോദരി മാവേലിക്കര തമ്പിച്ചാന, അമ്മണിയമ്മാമ, അവരുടെ കുഞ്ഞുങ്ങൾ ഒക്കെ അവരെല്ലാവരും അന്ന് കണക്റ്റിക്കട്ടിലായിരുന്നു. ഇപ്പോൾ അവർ അറ്റ്ലാന്റയിലും അതുപോലെ തന്നെ മറ്റ് അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ 5 കുഞ്ഞുങ്ങൾ പാർക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഓർമ്മിക്കുകയാണ്, എന്റെ യൗവനകാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു കാര്യം എന്നെ വളർത്തിയ അമ്മച്ചി. എന്റെ വളർത്തിയ അമ്മച്ചി എന്ന് പറയുന്നത് ശരിയാവത്തില്ല. എന്റെ സ്വന്തം അമ്മച്ചി തന്നെയാണ്. എന്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തിയാണ് പന്തളത്തെ അമ്മച്ചി. അമ്മച്ചിയുടെ 3 ആൺമക്കൾ, ഇപ്പൊ മകള് ഒരാള്, 4 പേര്. ഇവര് 4 പേരും ഞങ്ങളുടെ പ്രാർത്ഥനയാൽ, ഞങ്ങളുടെ ആഗ്രഹത്താൽ, എന്റെ ഉപവാസത്താൽ, പ്രാർത്ഥനയാൽ ഞാൻ എന്റെ സഹോദരങ്ങളോട്, മാതാവിനോട്, അതേ പ്രിയപ്പെട്ടവരോട്, എന്റെ ദേശനിവാസികളോട് ഞാൻ അവർക്ക് വേണ്ടി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടെ ദൈവത്തോട് അപേക്ഷിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് അവരെല്ലാവരും ഒരു 3-4 വർഷങ്ങൾക്കുള്ളിലായിട്ട് വിശ്വാസത്തിൽ വരാനിടയായി തീർന്നു. അങ്ങനെ പന്തളത്തെ കുമ്പിയിലത്തെ കുടുംബത്തിലുള്ള A to Z വരെയുള്ള സകല കുടുംബങ്ങളും സകല കുഞ്ഞുങ്ങളും വിശ്വാസത്തിൽ വരാനിടയായി തീർന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. എന്നെ ഏകനായി ഒറ്റയ്ക്ക് ആ പ്രദേശത്ത് നിന്ന്, ആരും വിശ്വാസത്തിൽ വരാത്ത കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത് മൂലം എന്റെ മാതാവും സഹോദരങ്ങളും എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവകൃപ വന്നു. അങ്ങനെ ബേബിച്ചാന്റെ മക്കള്, തങ്കച്ചാന്റെ മക്കളെ, അമ്മാമ്മയുടെ മക്കളെ, ഇവരെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. ആ കുഞ്ഞുങ്ങളുടെ ജീവിതകാലം ധന്യമായി തീർന്നു. അവരെല്ലാവരും ഗൾഫ് രാജ്യങ്ങളിലെ 2 പേര് മാത്രമേ ഇപ്പൊ ഗൾഫിലുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അമേരിക്കയുടെ വിവിധ സ്റ്റേജുകളിൽ
കാനഡയിലെ, UK-യിലെ, അങ്ങനെ അവരെല്ലാവരും ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവം നമ്മുടെ കണ്ണുനീര് മാനിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞാൽ ഒരിക്കലും ആ ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുകയാണ്, പന്തളം പ്രദേശത്ത് കുറെ വർഷങ്ങൾ ഞാൻ താമസിക്കുവാൻ ഇടയായിത്തീർന്നു. അന്ന് 3 വർഷക്കാലം ഞങ്ങളുടെ ഭവനത്തിൽ ദൈവസഭയുടെ ഒരു ആരാധന ആരംഭിച്ചു. ആ സഭയോടുള്ള ബന്ധത്തിൽ അനേക കുടുംബങ്ങൾ വിശ്വാസത്തിൽ വരാൻ ഇടയായിത്തീർന്നു. കാരണം ഞങ്ങളുമായി ബന്ധപ്പെട്ട സഹോദര ഭവനങ്ങൾ, ബന്ധുഭവനങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ പ്രിയപ്പെട്ട മറ്റുള്ള സഹോദരങ്ങൾ, ബന്ധുഭവനങ്ങളിലെ സഹോദരങ്ങൾ, ഇതെല്ലാം കൂടി 10-50 ഫാമിലികളോളം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നു. പന്തളത്ത് കുന്നുകുഴിയിൽ വളരെ ശക്തമായ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ ഒരു സഭ അവിടെ ഉളവാകുന്ന ആ കുടുംബങ്ങളിൽ, ആ ഭവനങ്ങളിലൊക്കെ ഞങ്ങള് ഏറ്റവും ആദരിക്കപ്പെടുവാൻ ഞങ്ങളാണ് അവിടുത്തെ ഏറ്റവും മൂത്ത സഹോദരനായിട്ടിരിക്കുന്നത്. ആ നിലയിൽ ആ ദൈവം ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഉയർത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 87-ൽ അമേരിക്കയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അനേക പ്രാവശ്യം അമേരിക്കയിലും അതുപോലെ തന്നെ കാനഡയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ സന്ദർശിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ പോർട്ട്ചെസ്റ്ററിൽ, അത് പുതുപ്പള്ളിയിലുള്ളതായ ഒരു ബേബി ചായനുണ്ട്. പുതുപ്പള്ളി സഭ ഞാൻ ഇരുന്നതാണ്. പുതുപ്പള്ളി സഭയിലെ മറ്റു ചില സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞതാണ്, പാസ്റ്റർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പാസ്റ്റർക്ക് ഇവിടെ നിർത്താനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാമെന്ന്. എന്നാൽ അന്ന് എനിക്ക് അതിനുള്ളതായ ഒരു താല്പര്യമോ ഒരു ദൈവികമായ നിയോഗമോ ഉണ്ടായില്ല. എന്നാൽ ഞാൻ അവിടെ കുടുംബമായിട്ട് താമസിക്കുന്നില്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങൾ അവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു. അതുപോലെ തന്നെ എത്രയോ പ്രാവശ്യങ്ങള് അനവധി തവണ ആ രാജ്യങ്ങളിലൊക്കെ പോകുവാൻ നമ്മുടെ അനേക ദൈവദാസന്മാർ, അനേക സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെയുണ്ട്. ഞാൻ ശുശ്രൂഷയിലിരുന്ന ആ സഭകളിൽ എത്രയോ ദൈവമക്കൾക്കുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നെ വിളിച്ച നാളത്തെ വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടാർഗറ്റോ ഒരു പ്രോജക്റ്റോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് യാതൊരു ആവശ്യങ്ങളും, യാതൊരു വിഷയങ്ങളും, യാതൊരു റിക്വസ്റ്റുകളും, ഒരു പ്രോജക്റ്റും എനിക്ക് വേണ്ടിയോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ എന്റെ തലമുറകൾക്ക് വേണ്ടി ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്ത കാര്യം, അതെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, ദൈവം നടത്തുമെന്നുള്ള വിശ്വാസമാണ്. എത്രയോ അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ നടത്തി. സമയത്തിന് പരിമിതിയാൽ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എന്റെ യൗവനകാലം ഏറ്റവും സന്തോഷമുള്ള കാലമായി തീരുവാൻ അത് ദൈവമായ കർത്താവ് സഹായിച്ചു. ദൈവസഭയുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാൻ, ദൈവസഭയുടെ ഇവാഞ്ചലിസം ഡയറക്ടറായി പ്രവർത്തിക്കുവാൻ, അത് യൂത്ത് സൺഡേ സ്കൂൾ ഡയറക്ടറായി, ഏറിയ വർഷങ്ങളിൽ ഡിസ്ട്രിക്ട് പാസ്റ്ററായും കൗൺസിൽ മെമ്പറായും പ്രവർത്തിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ദൈവം എന്നെ അയച്ചോടെയൊക്കെയും കർത്താവിന്റെ സാക്ഷിയായി ജീവിപ്പാൻ ദൈവം സഹായിച്ചു. ഏതെല്ലാം സഭകളിലാക്കിയിട്ടുണ്ടോ ആ സഭകളിലൊക്കെ വളരെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവം തന്ന ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഇന്ന് ഞങ്ങള് ഈ 65 വയസ്സ് കഴിഞ്ഞെങ്കിലും ഇരുന്ന സഭകളിലും ചർച്ച് ഓഫ് ഗോഡിലെ മിക്കവാറും ദൈവദാസന്മാരൊക്കെ വിളിക്കുകയും ശുശ്രൂഷകൾ സഹകരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്കൊരു വലിയ ആശ്വാസമാണ്. അങ്ങനെ എന്റെ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തന കാലമാക്കി തീർത്ത ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. എന്റെ ഭാര്യ എന്റെ ശുശ്രൂഷയ്ക്ക് തക്ക തുണയായി എല്ലാ നിലയിലും സഭയിലുള്ള ദൈവമക്കളെ സ്നേഹിപ്പാൻ, ശുശ്രൂഷിപ്പാൻ, സൽക്കരിപ്പാൻ, കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ വളർത്തുവാൻ ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും നന്നായി ചെയ്യുവാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവം സഹായിച്ചു. ഇനി അടുത്തായിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് 6ാമത്തെ സ്റ്റേജ് ആണ്. അത് മിഡിൽ ഏജ് ആണ്. 40 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വർഷങ്ങളാണത്. ഈ യൗവനകാലം നേടുന്ന കാലമാണെങ്കിൽ 60 വയസ്സ് വരെയുള്ള നമ്മുടെ ജീവിതകാലം ഉത്തരവാദിത്വം കൂടുന്ന കാലമാണ്. അതായത് കുഞ്ഞുങ്ങളെ ഒരു നന്നായിട്ട് പ്രൊഫഷണൽ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി അവരെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു നല്ല ഒരു നല്ലൊരു ഭവനം പണിയുക എന്നുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഭവനം പണിയണം, കുഞ്ഞുങ്ങളുടെ പഠനം, കുഞ്ഞുങ്ങളുടെ വിവാഹം, അതുപോലെ തന്നെ ജീവിതത്തെ കുറിച്ചുള്ളതായ ഒരു വലിയ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുന്ന കാലമാണ് 40 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. അപ്പോഴാണ് നമ്മൾ ഒരു നല്ല ഫാമിലി സെറ്റപ്പിലേക്ക്, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുവാൻ ഇടയായിത്തീരുന്നത് ആ സന്ദർഭത്തിലാണ്. അത് യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്ന വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അത് കഠിനമായി അധ്വാനിക്കുന്നതും രാവിലെ എഴുന്നേൽക്കുന്നതും
കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്ന വ്യർത്ഥമാണ്. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. യാക്കോബ് പറയും, ഞാനിപ്പോൾ എന്റെ കുടുംബത്തിന് വേണ്ടി കരുതും. കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, തലമുറകൾക്ക് വേണ്ടി കരുതുവാൻ നമ്മൾ ഇടയായിത്തീരുന്ന ഒരു സമയമാണ് 40 വയസ്സ് മുതൽ 60 വയസ്സുള്ള. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഇനി എപ്പോൾ കരുതും. ഇതെല്ലാം ദൈവമക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലോകപ്രകാരം ജീവിക്കുന്നവർക്കെല്ലാം അടിച്ചു പൊളിച്ച് കിട്ടുന്നതെല്ലാം നശിപ്പിച്ച് പോകുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് ഉത്തരവാദിത്വം കൂടുന്ന സന്ദർഭമാണ്. അത് 40 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവകൃപയിലാശ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തി, നന്നായി അഭ്യസിപ്പിച്ചു, അവരെ ആത്മീയ കാര്യങ്ങളിൽ അവർക്ക് ദൈവം കൊടുത്ത താലന്തുകൾ വളരെ ഭംഗിയായിട്ട് അവർ ഉപയോഗിച്ചു. ഇളയ മകൾ നിസ്മോളെ പവർ മിഷനിലും ആത്മീയ യാത്രയിലും ഒക്കെ ദൈവം അവളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. എനിക്ക് 2 മരുമക്കളെ ദൈവം തന്നു. 2 പേരും ഓർഡൈൻഡ് പാസ്റ്റേഴ്സ് ആണ്. 2 പേരും കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയിൽ അവർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരൊക്കെ നന്നായി ദൈവവേലയിൽ പ്രയോജനപ്പെടുന്നു. അതെ, നമ്മുടെ 60 വയസ്സ് വരെയുള്ള സമയം നമ്മൾ വളരെ സന്തോഷകരമായിരിക്കുന്ന സന്ദർഭമാണ്. 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള നമ്മുടെ ജീവിതം ഓൾഡ് ഏജ് എന്നാണ് പറയുന്നത്. പൗലോസ് പറയുന്നുണ്ട്, വയസ്സനായ ഞാൻ, പ്രൈസ് ദ ലോർഡ്. ആ വയസ്സായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം. അതിന്റെ ഓൾഡ് ഏജ് സന്ദർഭത്തിൽ വരുമ്പോൾ, അയ്യോ ഞാൻ ബലഹീനനായല്ലോ, ഞാൻ ക്ഷീണിതനായല്ലോ, അല്ലെ ഞാൻ റിട്ടയർ ആയല്ലോ, അല്ലെ ഞാൻ ഇതൊന്നും നേടാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെയുള്ള ആശങ്കകളുടെയും ആകുലതകളുടെയും പിറുപിറുപ്പിന്റെയും ടെൻഷന്റെയും കാലമായിട്ട്, ടെൻഷൻ കാലമായിട്ട് കഴിയാനുള്ള കാലമല്ല. ഊർജ്ജസ്വലരായി കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയതോർത്ത്, ദൈവം ചെയ്തതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവകൃപയിൽ ജീവിക്കുവാനുള്ള അവസരമാണ്. കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, വാർദ്ധക്യ കാലത്തും അവർ ഫലം കായ്ച്ചും പുഷ്ടി പ്രാപിച്ചും ഇരിക്കും, വാർദ്ധക്യവും നരയമുള്ള കാലത്തും അതെ ഞാൻ നിന്നെ തള്ളിക്കളയില്ലെന്നാണ് ദൈവത്തിന്റെ വചനത്തിലെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് നമ്മളെ ദൈവം കൈവിടത്തില്ല, ദൈവം നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്നുള്ളത്. അത് ബാല്യത്തിലെ ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ, ലോകസ്ഥാനത്ത് മുൻപേ ദൈവം നമ്മൾ കണ്ടെങ്കിൽ, വാർദ്ധക്യവും നരയമുള്ള കാലത്തും ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. വാർദ്ധക്യത്തിലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അത് നമുക്കിടയായിത്തീരും. ദൈവം നമ്മൾ നോക്കുമ്പോൾ എത്രയോ ജീവിതങ്ങളാണ് അങ്ങനെ അത് വാർദ്ധക്യത്തിലൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്. ഇന്നും അതേ വാർദ്ധക്യത്തിൽ ജീവിക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മുടെ ദൈവദാസൻ മരിച്ചല്ലോ, പാസ്റ്റർ എം. വി. വർഗീസ്, അദ്ദേഹം 100 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത്. അത് എത്രയോ ദൈവദാസന്മാർ 90കളില് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്ന മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 120 വയസ്സുള്ള മോശ അത് പറഞ്ഞു നോക്കണം. 120 വയസ്സുള്ള നോഹ പറയുകയാണ്, ഏറെയായ 80 സംവത്സരം. 80 കഴിഞ്ഞ് പിന്നെ 40ഓടെ ഇരിക്കുന്ന ആളാണ് പറയുന്നത്. അതെ, 70 കൊണ്ട് എല്ലാവരും തീരുമെന്നല്ല അതിന്റെ അർത്ഥം. തീർന്നല്ലോ, 70 ആയപ്പോൾ അവസാനിച്ചല്ലോ, പിന്നെ ഇനിയിപ്പോ എങ്ങും പോയിട്ട് കാര്യമൊന്നുമില്ല, ഇനിയിപ്പോ ശുശ്രൂഷിച്ചിട്ടൊന്നും കാര്യമല്ല, എന്തിനാ ഞാൻ നടക്കുന്നേ എന്നൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 70 വയസ്സിൽ എല്ലാവരും മരിക്കുന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. 80 വയസ്സാകുമ്പോൾ എല്ലാവരും മരിക്കും എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. 100 വയസ്സ് വരെ ഞാൻ പറയുന്ന ദൈവദാസൻ ജീവിച്ചിരുന്നല്ലോ. എന്റെ അമ്മച്ചി, എന്നെ വളർത്തിയ അമ്മച്ചി, പന്തളത്തെ ഞങ്ങളുടെ അമ്മച്ചി 105 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു. അപ്പൊ 105 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ട്, 100 കഴിയുന്നവരുണ്ട്, 100 അടുക്കുന്നവരുണ്ട്, 80നും 90നും ഇടയ്ക്ക് ജീവിക്കുന്നവരുണ്ട്, 90നും 100നും ഇടയ്ക്ക് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ വാർദ്ധക്യം എന്ന് പറയുന്നത് 70 ചത്തുപോകും, അല്ലെ 80 തീർന്നു പോകും. അങ്ങനെയാണ് 80 വയസ്സിന് മുകളിലോട്ടുള്ളവരാരും ഈ ലോകത്ത് കാണണമെന്ന് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെയല്ല, വാർദ്ധക്യത്തിലും അവർ പച്ച പിടിച്ച് പുഷ്ടി പ്രാപിച്ചുവരിക്കും. ദൈവമാണ് ആയുസ്സിനെ ദീർഘമാക്കുന്നത്, ദൈവമാണ് നമുക്ക് ആരോഗ്യം തരുന്നത്. എന്നാൽ ആ അവസരത്തിൽ ദൈവം നമ്മളെ സൂക്ഷിക്കും. ദൈവം നമ്മൾ വാർദ്ധക്യമായാലും കൈവിടത്തില്ല. എന്റെ പ്രിയ ഭാര്യ ലീലാമ്മയ്ക്ക് ഇന്നൊക്കെ 10 വർഷത്തിനും, അതായത് ഞങ്ങളുടെ ഈ ഈ ഓൾഡ് ഏജ് സമയത്ത് തുടങ്ങുന്ന സമയത്ത് 60 വയസ്സ് തുടങ്ങി 70 വയസ്സിനുള്ളിലായിട്ട് ഉള്ള ആ സമയത്ത് വലിയ ഒരു ആക്സിഡന്റ് ഉണ്ടായി. തലയിൽ ഒരു ഓലമുടൽ വീണ്. ദൈവമക്കൾക്ക് അറിയാം. അത് 3 സർജറി, 2 സർജറി 2 ആഴ്ചക്കകത്ത് 2 സർജറി, ഓപ്പൺ സർജറി ചെയ്തു. പിന്നെ 6ാമത്തെ മാസത്തിൽ വീണ്ടും തലയൊട്ടി എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് കൊണ്ട് ബ്രെയിൻ സ്വെല്ലിങ്, ബ്ലീഡിങ്, ഫ്ലൂഡിങ് ഇതെല്ലാമായി കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് 2ാമത്തെ സർജറി കഴിഞ്ഞപ്പോൾ തലയൊട്ടിയുടെ ഒരു ഭാഗം എടുത്ത് ഫ്രീസറിൽ അവർ വെച്ചു. അങ്ങനെ ഫ്രീസറിൽ വെച്ച സാധനം 6 മാസത്തിലധികം അവിടെ ഇരുന്നു. 6ാമത്തെ മാസത്തിലാണ് വെച്ചത്.
ഈ 2 സർജറി കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിലിട്ട് പിന്നെ ന്യൂമോണിയ ബാധിച്ച് ഇൻഫെക്ഷനായി ട്രക്കിയോസ്റ്റമി ചെയ്ത് മരണത്തിലേക്ക് ഇങ്ങനെ ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും നിസ്സഹായരായി തീർന്ന സമയത്ത് കർത്താവ് കടന്നു വന്ന് തന്റെ ദാസിക്ക് അത്ഭുതകരമായുള്ള സൗഖ്യം കൊടുത്തു. അമേരിക്കയിൽ ഞങ്ങൾ ഒരുപാട് പ്രെയർ ലൈനിൽ ഞങ്ങൾ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ ഒരുപാട് സ്ഥലത്ത് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക, കാനഡ, ഗൾഫ്, അവിടെ എല്ലാം പോയി ലീലാമ്മ തന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അത്ഭുത സാക്ഷ്യമാണ് ലീലാമ്മ. ഞങ്ങൾക്ക് ഇന്നും കർത്താവിന്റെ നാമത്തിൽ അനേക ഇടങ്ങളിൽ കടന്നുപോയി അതേ പ്രവർത്തിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് വയസ്സ് ചെയ്യുന്ന അവസ്ഥയാണ്, വാർദ്ധക്യവും നരയുമുള്ള കാലമാണ്. എന്നാൽ 8ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ വയസ്സ് ചെല്ലുന്ന അവസ്ഥയുണ്ട്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ശിമയോൻ യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ വെച്ച് കയ്യിലേന്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശിമയോന്റെ വയസ്സ് എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? അതുപോലെ തന്നെ പ്രവാചകയായ ഹന്ന അടുത്ത് വന്ന് ആ കുഞ്ഞിനെ എടുത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എത്ര വർഷമായെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതേ കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 വർഷം 87 സംവത്സരം വിധവ, എന്നിട്ടും മരിച്ചിട്ടില്ല, ജീവിച്ചിരുന്ന ദൈവത്തിന് വേണ്ടി അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ്. ഈ എല്ലാ സ്റ്റേജിലും ഒരാൾക്ക് ചെല്ലുക എന്ന് പറയുന്നത് അത് ദൈവം പ്രത്യേകം കൃപ ചെയ്ത് ഭാഗ്യമായിട്ട് തരുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല, ദൈവം ഒരിക്കലും നമ്മള് ഉപേക്ഷിക്കുന്നതുമില്ല. ഈ 8ാമത്തെ സ്റ്റേജ് കഴിയുമ്പോൾ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്, ഒരു പ്രോസസ്സിങ്ങിലേക്ക് പോവുകയാണ്. അതാണല്ലോ പറയാറുണ്ടല്ലോ ശവ സംസ്കാരം. സംസ്കാരം എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുകയാണ്, ശവം സംസ്കരിക്കുകയാണ്, ഒരു പ്രോസസ്സിംഗ് ആണ്. ഒരു വിത്ത് അവിടെ വിതയ്ക്കുകയാണ്. ആ വിതച്ച വിത്ത് കർത്താവിന്റെ കാഹളനാദം കേൾക്കുന്നത് വരെ അവിടെ വിശ്രമിക്കുകയാണ്, അടുത്ത നിത്യത്തിലേക്ക് കാത്തിരിക്കുകയാണ്. അതെ ദൈവമക്കളെ, അവിടെ നിന്ന് കർത്താവിന്റെ കാഹളം കേൾക്കുന്ന ഒരു ദിവസമുണ്ട്, കർത്താവ് നമ്മളെ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ കർത്താവിന്റെ വിളി കേട്ട് പ്രത്യാശയോടുകൂടെ കാത്തിരിപ്പാനായിട്ട് ദൈവം നമുക്ക് പ്രത്യാശ തന്നിരിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ വാഴ്ത്തും. അതെ, ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അവിടെയും ദൈവം ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠരും അനുഗ്രഹീതരും അത് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ദൈവമക്കളെയാണ് ഞങ്ങൾക്ക് ബന്ധമായിട്ട് തന്നിരിക്കുന്നത്. അവരെ എല്ലാവരെയും ദൈവം ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപയിലാണ്. ഇത്ര ശ്രേഷ്ഠമേറിയ ഒരു ക്രിസ്തീയ ജീവിതം, ഇത്ര ശ്രേഷ്ഠമേറിയ ഒരു മിഷണറി ലൈഫ് ദൈവം ഞങ്ങൾക്ക് തന്നതോർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത്രയും സമയം എന്നെ കേട്ട എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അവസരം ഒരുക്കി തന്ന സന്ധ്യ, മറ്റു ദൈവമക്കൾ എല്ലാവർക്കും നന്ദി. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുക സർ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ സന്ധ്യായാമം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം. അനേക ദൈവമക്കൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന്, രാജ്യങ്ങളിൽ ഇരുന്ന് ഈ ദൂത് കാണുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവമേ ധാരാളമായി അനുഗ്രഹിക്കണമേ, വിശ്വാസത്തിൽ നിലനിർത്തണമേ, ആത്മീയ ദർശനത്തിൽ നിലനിർത്തണമേ. കർത്താവെ, വിശുദ്ധിയുള്ളവരായി, വേർപാടുള്ളവരായി, സമർപ്പണമുള്ളവരായി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. അതെ, അമ്മയുടെ ഉദരം മുതൽ ചൗക്കുഴി വരെ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം, ചൗക്കുഴിയിൽ നിന്ന് ഞങ്ങളെ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്ന ദിവസം യുവാക്കളായ മഞ്ഞ് നിനക്ക് ഉണ്ടാകുന്ന വചനം പോലെ യുവാക്കളെ പോലെ, അതേ പ്രാക്കളെ പോലെ പറന്നു വരുന്ന ആ ശ്രേഷ്ഠമേറിയ അനുഭവം തന്ന് ഞങ്ങളെ എല്ലാവരും നടത്തണമേ. കർത്താവ് ഇത് കണ്ടക്ട് ചെയ്ത കർത്തൃദാസി സന്ധ്യ, അതുപോലെ തന്നെ മറ്റുള്ള ദൈവദാസന്മാരെ, ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മഹത്വത്തിനായിട്ട് എല്ലാം ചെയ്യണമേ, വരവിനായി ഒരുക്കണമേ, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.